ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും മോശമായി ചിത്രീകരിച്ചിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ ഞാനിപ്പോൾ നിൽക്കുന്ന ഹെഡ് ആൻഡ് ബേസിലാണ്. നിങ്ങൾക്കറിയാലോ, ഓരോ ഇന്റർവ്യൂസും കൊടുത്ത് നമുക്ക് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ജനങ്ങളെ ഇതുപോലെ കാര്യങ്ങൾ അമ്മയിലുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ആ ജനങ്ങൾ മുഴുവൻ അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ് എതിരാക്കുന്നത്. അല്ലാതെ ഇപ്പൊ നിൽക്കുന്ന രണ്ട് വ്യക്തികളെയല്ല. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെയാണ് ഇത്രയും. അതിനകത്ത് പ്രഗത്ഭരായ എത്ര ആൾക്കാരുണ്ട്. പത്മശ്രീ കിട്ടിയ ലാലേട്ടനടക്കം മമ്മൂക്കി അടക്കമൊക്കെ ഉള്ള ഒരു സംഘടനയെ ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിൽ നിങ്ങൾ വേണം, നിങ്ങളെല്ലാം അറിയണം. നിങ്ങൾ വഴി ഞങ്ങളും അറിയുന്നുണ്ട്. പക്ഷേ ഈ ജനങ്ങളുടെ ഇടയിൽ വരുന്ന അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയുന്ന ഒരു ഇതിൽ വളരെ ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ സത്യമായിട്ട് ഒരു മാസം കൂടെ ക്ഷമിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കാം. ഇപ്പൊ അമ്മയ്ക്കകത്ത് നടക്കുന്ന ആൾക്കാരായിട്ട് യോജിപ്പില്ല, അവരോട് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ മമ്മൂക്ക, ഇന്നസെന്റ് ഏട്ടൻ, ലാലേട്ടൻ മൂന്ന് മതസ്ഥലുള്ള ആൾക്കാരില്ലേ? എത്ര യൂണിറ്റ് ആയിട്ടാണ് നമ്മുടെ അമ്മ പോയിരുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നോ? ഇത്രയും നല്ലൊരു അമ്മ ഈ സ്ത്രീകളായ നമ്മൾ എപ്പോഴും, ഞാനൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ടിനിയുടെ കൂടെ നിന്നു. ടിനിയുടെ കൂടെ നിന്നതല്ല. ഞാൻ പോയി പ്രസിഡന്റിനെ കണ്ട് ചോദിച്ചപ്പോൾ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നതെന്നാ. അതിനകത്ത് അപ്പോൾ ഒന്നും പ്രതിഭാസിച്ചിട്ടില്ല. ഞാൻ ഇതാണ് ജിഹാദിയാണെന്നോ അല്ലെങ്കിൽ എനിക്ക് അപമാനമോ ഇതൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ടിനി പറയാനതാ പ്രിയങ്ക എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു അംഗം എന്നുള്ള നിലയ്ക്ക്, ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് രണ്ട് വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അത് മാത്രം ഞാൻ പറഞ്ഞത്. തെളിവ് ഇപ്പോ അൻസിബ എന്റെ ഒരു അനീതിയാണ്. ഇന്ന് അൻസിബ ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. വോയിസ് മെസ്സേജും കുറച്ച് റീഡിംഗ് മെസ്സേജും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരുപാട് വിഷമിക്കുന്നു. ഈ പറയുന്ന വാക്കുകൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി അമ്മയെ മോശമാക്കാതെ ഞങ്ങളോട് ഇത് മുമ്പ് തരണമായിരുന്നു. ഈ സാധനം നമുക്ക് നേരത്തെയാണ് ഈ വോയിസ് മെസ്സേജ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുട്ടിയുടെ എന്താണ് കാര്യങ്ങളെന്ന് ഞങ്ങൾ അന്വേഷിച്ചേനെ. ഞാനല്ല അതിനകത്തോ, ഞാനൊന്നുമല്ല. ഞാൻ അമ്മയിലെ സാധാരണ ഒരു അംഗം മാത്രമാണ്. ഇനി ഞാൻ ഇതുപോലെ ഒരു കാര്യം സംസാരിക്കാൻ വരില്ല. കാരണം അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് ഇതെല്ലാം ഏൽക്കുന്നത്, വ്യക്തികൾക്കല്ല, ഒരു വ്യക്തിക്കുമല്ല. അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അത്ര പ്രിയപ്പെട്ട സംഘടന. സത്യം പറഞ്ഞ സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ. അതിനകത്ത് ഈ കൈനീട്ടവും അതുപോലെ തന്നെ ഈ അമ്മ ചെയ്യുന്ന നല്ല പ്രവർത്തികളും കൈപ്പറ്റുന്ന കുറേ അമ്മമാർ ഇതിനകത്തുണ്ട്. കുറേ ആൾക്കാർ ഒരു ജോലിയും ഇല്ലെങ്കിലും അവർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഈ അമ്മ സംഘടനയിലുണ്ട്. അവരുടെയൊക്കെ വിഷമം നമ്മൾ എന്ത് പറഞ്ഞു തീർക്കും? നമുക്കതാണ് വിഷമം. വ്യക്തികളായിട്ട് സംഭവങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നേരിട്ട് കോടതിയുണ്ട്, തെളിവ് കൊണ്ടുപോകാൻ സ്റ്റേഷനുണ്ട്. നമുക്ക് ആ വഴിക്ക് നീങ്ങിക്കൂടെ? എന്തിനാണ് അമ്മയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? അമ്മയെ ചിത്രീകരിക്കുന്നതിന്റെ വിഷമാണ്. ഞങ്ങൾ അംഗങ്ങളായ ഓരോരുത്തരും പുറത്തിറങ്ങുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളാ ഫേസ് ചെയ്യുന്നത്. ഇവർക്ക് ഇതും പറഞ്ഞു പോയാൽ മതി. ഇവർ ചാനലിൽ കയറി ഇതുപോലെ സംസാരിച്ച് ഇവർക്ക് കുറെ സപ്പോർട്ട് കിട്ടും. കുറെ പേർക്ക് ഇതിന്റെ പുറകെ നിൽക്കാൻ നേരം ഉണ്ടാവും. പക്ഷെ ഇതിനകത്തു നിന്ന് വിഷമിക്കുന്ന ഞങ്ങളെപ്പോലെ കുറെ പേരുണ്ട്. അമ്മ നശിച്ചു പോകാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇത് വളരെ നല്ല രീതിയിൽ അമ്മ കൊണ്ടുപോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര പ്രഗത്ഭരായ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു മാറ്റം സ്ത്രീകളെ കെട്ടിക്കഴിഞ്ഞാൽ ഈ അമ്മ നന്നായിട്ട് വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ അവരെ ഏൽപ്പിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അടുത്ത ജനറൽ ബോഡി വരെ കാത്തിരുന്ന് ജനറൽ ബോഡിയിൽ ഞങ്ങളുടെ എല്ലാവരും അംഗങ്ങളുടെ എല്ലാവരും അഭിപ്രായം മാനിച്ച് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടത്. അല്ലാതെ അമ്മയെ കീറി മുറിച്ച് അമ്മ എന്ന് പറയുന്ന സംഘടന സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങളൊക്കെ സാധാരണ അംഗങ്ങളാണ്. ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ സാധിക്കുന്ന എപ്പോഴാണ്? ജനറൽ ബോഡിയിലാണ്. ഞങ്ങളായിട്ട് തെരഞ്ഞെടുത്താണ് ഇവരെയൊക്കെ, അല്ലേ? പിന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടന എന്തായാലും ഇത്രയും ആൾക്കാർ അതിൽ കൂടെയുള്ളപ്പോൾ അവരുടെയൊക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ച്